ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബട്ടർസ്കോച്ച് കേക്കിൻ്റെ ഫുൾ റെസിപ്പിയാണെന്ന് കാണിക്കുന്നത്. നോർമലായിട്ട് നമ്മൾ ബട്ടർസ്കോച്ച് കേക്ക് ഇങ്ങനെ പ്രളയനൊക്കെ വെച്ചിട്ട് ഒക്കെയാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കാറ്. പക്ഷേ പിന്നെ നമ്മൾ കസ്റ്റമൈസ് ആകുമ്പോൾ കളർ പ്രിഫറൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കും. ഇത് നമ്മൾ ഫ്രണ്ടിൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേക്കാണ്. ബേക്കിംഗ് മുതൽ പാക്കിംഗ് വരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടും കാണാം. നമുക്ക് കണ്ടു നോക്കാം. ആദ്യം കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. ഒരു സ്ട്രെയിനറിലേക്ക് 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. 2-3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി മറ്റൊരു ബൗളിലേക്ക് 1/4 കപ്പ് പഞ്ചസാര എടുക്കാം. പൊടിക്കൊന്നും വേണ്ട കേട്ടോ, ക്രിസ്റ്റലായിട്ടുള്ള പഞ്ചസാര തന്നെ വേണ്ടത്. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് ഓയിൽ, ഒരു അളവ് പറയുമ്പോൾ 60 മില്ലി വരും. 1/4 കപ്പ് ഓയിലും കൂടി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക, ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് അതൊന്ന് മിക്സായി വരുമ്പോൾ അതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. 2 ലാർജ് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു മുട്ട ചേർക്കുക ആദ്യം, എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അടുത്ത മുട്ടയും ചേർത്ത് കൊടുക്കുക. നമ്മൾ ലോ സ്പീഡിലാണ് ഇപ്പോഴൊക്കെ ബീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 2 മുട്ട ഇതിലേക്ക് നല്ലോണം യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്പീഡ് കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് നേരം നല്ലോണം ബീറ്റ് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ കളറൊക്കെ അങ്ങനെ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ബീറ്റർ ഓഫ് ആക്കിയിട്ട് നമുക്കതിലേക്ക് എസൻസ് ചേർത്ത് കൊടുക്കണം. സൈഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിർത്തിയിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇത് ബട്ടർസ്കോച്ച് എസൻസ് ആണ്. ഇത് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നമ്മൾ എന്ത് എസൻസ് ആണെങ്കിലും അത് എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ ആ മുട്ടൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും. ഇത് നല്ലോണം ഒരു 5 മിനിറ്റ് നേരം ബീറ്റ് ചെയ്യണം. ഒരു ക്രീം കളറായിട്ട് വരും. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ മിക്സും 100 മില്ലി പാലും കൂടി ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ആദ്യം മൈദ പിന്നെ പാൽ എന്നുള്ള രീതിയിൽ. അത് കറക്റ്റായിട്ട് ചേർക്കുന്നതിൻ്റെ പ്രൊസീജിയർ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, കാണാത്തവരൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ മൈദയും പാലും ഒക്കെ അതിൽ മിക്സ് ആക്കിയെടുത്ത് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. 1 മിനിറ്റ് ലോ സ്പീഡിൽ. എന്തെങ്കിലും എയർ ബബിൾസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇത്ര മതി, സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ബേക്കിംഗ് പാനിലേക്ക് മാറ്റാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ 2 ബേക്കിംഗ് പാനാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇത് ഡെപ്ത് കുറവായതുകൊണ്ടാണ് ഞാൻ 2 എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല ആഴത്തിലുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ ഒറ്റ പാത്രം തന്നെ മതിയാവും. 7-8 ഇഞ്ചിൻ്റെ പാത്രത്തിൽ നമുക്ക് 1 kg കേക്ക് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ആദ്യം നല്ലോണം ഒന്ന് ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് അതിൽ ബേക്കിംഗ് പേപ്പറൊക്കെ ഇട്ട് മൈദയൊക്കെ ഒന്ന് തട്ടിയിട്ട് ലൈൻ ചെയ്തെടുക്കുക. പാൻ റെഡിയാക്കിയിട്ടെടുക്കണം. ഇനി അതിലേക്ക് 2ലേക്കും ഞാൻ മിക്സ് പകുതി ആയിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യുക. ഞാൻ 2 കേക്കായിട്ട് ബേക്ക് ചെയ്യുമ്പോൾ 25 മിനിറ്റിനുള്ളിൽ തന്നെ ബേക്കായി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 45-50 മിനിറ്റ് വേണ്ടി വരും, ഓവൻ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട്. ഇപ്പോൾ കേക്ക് നല്ല കളറൊക്കെ ബ്രൗൺ കളറായിട്ട് വന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. കുത്തി നോക്കുമ്പോൾ ടൂത്ത് പിക്ക് നല്ല കറക്റ്റായിട്ടാണ്, അതിന് ഒന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നും ഇല്ലാതെ കേക്ക് റെഡിയായി എന്നാണ് അർത്ഥം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് ഡിമോൾഡ് ചെയ്യാം. ഡിമോൾഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒരു കത്തി എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഒടിച്ചു കൊടുക്കണം. അതിന് ശേഷം വേണം ഇങ്ങനെ ഡിമോൾഡ് ചെയ്യാൻ. അല്ലെങ്കിൽ സൈഡിൽ എവിടെയും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ബേക്കിംഗ് പേപ്പറൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കൊരു കൂൾ റാക്കിലേക്ക് മാറ്റിയിട്ട് നല്ലോണം തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ കേക്കൊക്കെ കൂളായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റാപ്പ് ചെയ്തിട്ട് എടുക്കണം. ഒരു കേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും കേക്ക് ബേക്ക് ചെയ്ത് അപ്പം തന്നെ നമ്മളത് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പാടില്ല. ആ കേക്ക് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഒരു ഓവർനൈറ്റ് വെക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ആ കേക്കിൻ്റെ മോയ്സ്ചർ എല്ലായിടത്തും ഒരേപോലെ സ്പ്രെഡായിട്ട് ആ കേക്ക് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മളെ കേക്ക് നന്നായിട്ട് റാപ്പ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അടുത്ത ദിവസമാണ് കേട്ടോ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബട്ടർസ്കോച്ച് കേക്ക് ആയതുകൊണ്ട് തന്നെ ഇതിന് നട്ട്സിൻ്റെ ഒരു പ്രളയന ആവശ്യമുണ്ട്. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നട്ട്സ് ഒന്ന് കാരമലൈസ് ചെയ്യണം.
അതിനുവേണ്ടി 1/2 കപ്പ് ഷുഗറും പഞ്ചസാര, അതിലേക്ക് ഒരു 1/4 കപ്പ് നട്ട്സ്, ഞാൻ ആൽമണ്ടാണ് എടുത്തിട്ടുള്ളത്. ഏതാണോ നട്ട്സ് ഉള്ളത് അതിട്ടിട്ട് നല്ലോണം ഷുഗർ മെൽറ്റ് ആവുന്നത് വരെ വെക്കുക. ആ ഷുഗർ മെൽറ്റ് ആവുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ ആൽമണ്ടും കൂടിയും നല്ലോണം റോസ്റ്റായി കിട്ടും. ഏത് നട്ടാണെങ്കിലും അത് നല്ലോണം റോസ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതൊരു ഗ്രീസ് ചെയ്ത പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ അലുമിനിയം ഫോയിൽ കൊണ്ട് ഒരു പ്ലേറ്റുമ്മ ലൈൻ ചെയ്തിട്ട് അതിൽ ഓയിൽ ബ്രഷ് ചെയ്തതാണ്. നമുക്ക് ബേക്കിംഗ് പേപ്പർ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഫാനിൻ്റെ ചുവട്ടിലോ എവിടെയെങ്കിലും വെച്ചിട്ട് നല്ലോണം ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. മിക്സിയിലിട്ട് പൊടിച്ചാൽ നല്ല പൊടിയായി പോവും. നമുക്ക് പാകത്തിനുള്ളതിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പീസാക്കിയതിന് ശേഷം ഒരു സിപ്പർ ബാഗിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കവറിൽ ഇട്ടിട്ട് നമ്മൾ ചപ്പാത്തി കോല് കൊണ്ട് നല്ലോണം തട്ടി കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റ് സൈസിൽ നമുക്കിത് പീസാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ സൈസിലാണ് കേട്ടോ വേണ്ടത്. ഒരുപാട് പൊടിഞ്ഞു പോവരുത്. കുറച്ചൊക്കെ ഇങ്ങനെ ഒരു ക്രഞ്ചി ആയിട്ട് നമുക്കിത് കിട്ടണം. ഇനി നമുക്ക് ക്രം കോട്ടിനുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കൂളായിട്ടുള്ള ക്രീമാണ് എടുക്കുന്നത്. ഫ്രീസറിൽ നിന്നൊക്കെ എടുത്ത ക്രീമാണെന്നുണ്ടെങ്കിൽ ഒരു 1 അവർ പുറത്ത് വെച്ചാൽ മതി. ആ ഐസൊക്കെ ഒന്ന് വിട്ടതിന് ശേഷമാണ് എടുക്കേണ്ടത്. ഇപ്പോൾ കറക്റ്റ് പാകത്തിലായിട്ടുണ്ട്. ഈ കേക്കിന് നമ്മൾ നല്ലൊരു ഫില്ലിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീമിൽ നിന്ന് കുറച്ച് ക്രീം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക, ബീറ്റ് ചെയ്ത ക്രീം. എന്നിട്ട് ആ ക്രീമിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പ്രലൈന് ചേർത്ത് കൊടുക്കുക. എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടെടുക്കുക. കേക്ക് കഴിക്കുമ്പോൾ നല്ലൊരു ക്രഞ്ചി ആയിട്ട് നമുക്കിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഫില്ലിങ്ങിൽ പ്രലൈനൊക്കെ ചേർക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ബട്ടർസ്കോച്ചിൻ്റെ സോസ് ചേർത്ത് കൊടുക്കാം. അത് ഹോം മെയ്ഡ് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ സ്റ്റോർ ബോട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. നല്ലോണം ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. ക്രീം ലൂസായി പോകാൻ പാടില്ല. ഇതിപ്പോൾ നമ്മൾ തലേദിവസം റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള കേക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് ലെയറാക്കിയിട്ട് വെക്കാം. ഞാൻ 3 ലെയറാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇത് ഹൈറ്റ് കുറഞ്ഞ കേക്ക് ആയതുകൊണ്ട് തന്നെ 2 ലെയർ നല്ല കറക്റ്റായിട്ടും 1 ലെയർ 2 ചെറിയ ലേയേഴ്സ് എടുത്തിട്ട് 2 കൂടി ചേർത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. ആദ്യം നമുക്ക് ക്രം കോട്ട് ചെയ്യണം, ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം ആദ്യം ഒന്ന് ആക്കി കൊടുക്കുക. കേക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം സിമ്പിൾ സിറപ്പ് വെച്ചിട്ടൊന്ന് കേക്ക് വെറ്റ് ചെയ്യണം. 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളം കൂടി ചൂടാക്കിയിട്ട് ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കുന്നതാണ് സിമ്പിൾ സിറപ്പ്. തിളക്കൊന്നും വേണ്ട, ജസ്റ്റ് മെൽറ്റായാൽ മാത്രം മതി. അത് ചൂടാറിയതിന് ശേഷം കേക്കിലിങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേക്ക് വെറ്റ് ചെയ്യാൻ. അതിനുശേഷം നമുക്ക് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് അതിന് നോസിലൊന്നും ഇടാതെ ഫ്രണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫില്ലിങ് വെക്കാനുള്ള സ്പേസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നിട്ട് അതിനുള്ളിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫില്ലിങ് കുറച്ചൊരു ഹൈറ്റിൽ വെക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്പേസ് ആദ്യം ഉണ്ടാക്കി കൊടുത്തത്. ഇനി ഇതൊന്ന് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. തീരെ കനം കുറച്ചാവരുത് കേട്ടോ, കുറച്ച് കട്ടിയിൽ വേണം ഫില്ലിങ്. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മേലെ അടുത്ത ലെയർ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ഇനി സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യണത്. വെറ്റ് ചെയ്യുക, പിന്നെ അതിന് ശേഷം ലൈൻ ചെയ്തിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ കട്ട് ചെയ്യുമ്പോഴോ ഒക്കെ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ള ലെയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കിങ്ങനെ ഉള്ളിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ഏറ്റവും താഴെയല്ല ഏറ്റവും മേലെ അല്ലാത്ത വിധത്തിൽ ഉള്ളിലുള്ള ലെയർ, അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ പറ്റിയ ലെയറൊക്കെ ആണെങ്കിൽ അത് നമുക്ക് ഉള്ളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഫൈനലായിട്ടുള്ള ഇപ്പോൾ 3 ലെയറായിട്ടാണ് പറഞ്ഞില്ലേ, 3ാമത്തെ ലെയറും കൂടി വെച്ചിട്ട് ഒന്ന് വെറ്റ് ചെയ്തിട്ട് ഫുള്ളായിട്ടും ക്രീം കൊണ്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ ബാക്കിയുള്ള ക്രീമൊക്കെ കൂടിയും വെച്ചിട്ട് കേക്ക് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തിട്ടെടുക്കുക. ഈ ക്രംസ്, കേക്കിൻ്റെ ക്രംസൊക്കെ ഒന്നായിട്ട് കവർ ചെയ്തിട്ടെടുക്കുന്നതിനാണ് ക്രം കോട്ട് എന്ന് പറയുന്നത്. ഫുള്ളായിട്ടും ഭയങ്കര നീറ്റായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ ക്രംസൊക്കെ ഒന്ന് കോട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം. അതിനുശേഷം നമ്മൾ ഫൈനലായിട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള സർഫേസേക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് സ്മൂത്താക്കി എടുത്തതിന് ശേഷം നമുക്ക് ആ കേക്ക് ബോർഡൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം. കേക്ക് ബോർഡ് എപ്പോഴും നീറ്റായിട്ടിരിക്കണം കേട്ടോ, എന്നാലും നമ്മളെ കേക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഓരോ ഡിസൈനിങ് കഴിയുമ്പോഴും ടിഷ്യൂ അല്ലെങ്കിൽ കോട്ടൺ തുണി എന്തെങ്കിലും വെച്ചിട്ട് കേക്ക് ബോർഡ് നല്ലോണം തുടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ കേക്ക് റെഡിയായി. ഇനി ഇതൊരു 3 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം.
അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള സിറപ്പൊക്കെ കേക്കിൽ പിടിച്ചിട്ട് കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോഴേക്ക് നമുക്ക് ഫൈനൽ ഡിസൈനിങ്ങിനുള്ള ക്രീം റെഡിയാക്കി വെക്കാം. ക്രീം റെഡിയാക്കുമ്പോൾ എപ്പോഴും ബീറ്ററിൻ്റെ ബ്ലേഡ്, മിക്സിംഗ് ബൗൾ, സ്പാച്ചുല ഇതൊക്കെ തന്നെ നമ്മൾ നല്ലോണം ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് തണുത്ത ക്രീം ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ക്രീം നല്ല കറക്റ്റായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടില്ല, ലൂസായിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ഭാഗം എനിക്ക് വൈറ്റ് ഡിസൈനിങ്ങിന് വേണം, വൈറ്റ് കളറിൽ ക്രീം. അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്, മെൽറ്റായി പോവാതിരിക്കാൻ. ബാക്കിയുള്ള ക്രീമിലേക്ക് ലൈറ്റ് ബ്ലൂ ആണ് ഞാനിപ്പോൾ ചേർക്കുന്ന കളറ്. ഇത് വിൽട്ടൻ്റെ ജെല്ലാണ്. ഇത് ഞാൻ ആവശ്യത്തിനനുസരിച്ച് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കുക. സ്കൈ ബ്ലൂ ആണ് കേട്ടോ കളറ് ചേർത്തിട്ട് നമ്മൾ ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ ക്രീം ബീറ്റ് ചെയ്ത് റെഡി ആയിന് കിട്ടിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള കളർ ചേർത്തിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുത്താൽ മതി. ഫോൾഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ക്രീം ലൂസായി പോവരുത്. ജെല്ലാകുമ്പോൾ വളരെ കുറച്ച് ചേർത്താൽ തന്നെ പാകത്തുള്ള കളർ കിട്ടും. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായി വന്നിട്ടുള്ള കേക്കാണ്. ഇനി നമ്മൾ കളർ ചെയ്തിട്ടുള്ള ക്രീമൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്ത് തുടങ്ങാം. ആദ്യം ക്രീം മൊത്തമായിട്ട് കേക്കിലൊന്ന് അപ്ലൈ ചെയ്യണം. ഫുള്ളായിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കണം. സ്പാച്ചില വെച്ചിട്ട് ചുറ്റിലും ചെയ്തതിന് ശേഷം ക്രീം നല്ലോണം ചുറ്റിലും ആക്കി കൊടുത്തതിന് ശേഷം സ്ക്രാപ്പർ വെച്ചിട്ട് ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. സ്ക്രാപ്പ് ചെയ്യുമ്പോൾ സൈഡിൽ എവിടെയെങ്കിലും ഹോൾസ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ക്രീം പിന്നെ ആക്കി കൊടുത്തിട്ട് പിന്നെ സ്ക്രാപ്പ് ചെയ്യുക. അങ്ങനെ സ്മൂത്തായിട്ട് വരുന്നത് വരെ നമ്മൾ സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കണം. സ്ക്രാപ്പർ വേണമെന്നില്ല, സ്പാച്ചുല വെച്ചിട്ടും ചെയ്യാം. പക്ഷേ നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ സ്മൂത്താക്കി എടുക്കുമ്പോൾ ആ സ്പാച്ചുലമ്മ ആയിട്ടുള്ള ക്രീം നമ്മൾ അപ്പം തന്നെ അതിന് മാറ്റണം കേട്ടോ. എന്നാലേ നമുക്ക് ക്രീം എല്ലായിടത്തും ഒരേ ലെവലിൽ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, കറക്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡെക്കറേഷൻ തുടങ്ങാം. ഞാനിപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റോസറ്റാണ് ആദ്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി വിൽട്ടൺ 2D എന്ന് പറഞ്ഞ നോസിലാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് അതിൻ്റെ മേലെയും അതുപോലെ തന്നെ താഴെയിലും. പിന്നെ വൈറ്റ് നമ്മൾ ഓൾറെഡി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ക്രീം എടുത്തിട്ട് അതുകൊണ്ടും കൂടി ഒന്ന് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അതുപോലെയൊക്കെ റെഡിയാക്കി വെക്കാം. ഇപ്പോൾ കേക്കൊക്കെ റെഡിയായി, ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഞാൻ അതിന്മേൽ ലെറ്റേഴ്സ് വെച്ചിട്ട് പേരെഴുതാൻ പോവുകയാണ്. ഫോണ്ടൻറ്റ് ലെറ്റേഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഫോണ്ടൻ്റ് ഒന്ന് നല്ലോണം കുഴച്ച് സ്മൂത്താക്കിയിട്ടെടുക്കണം. അതിനുശേഷം ഒന്ന് പരത്തി എടുത്തിട്ട് ഫോണ്ടൻറ്റ് കട്ടേഴ്സ്, ഇങ്ങനെ ABCD ഷേപ്പിലുള്ള കട്ടേഴ്സ് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് ലെറ്റേഴ്സ് അതിന്മേൽ കട്ട് ചെയ്തിട്ടെടുക്കാം. കളർ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണ്ടൻറ്റിൽ നമ്മൾ നല്ലോണം കുഴച്ചെടുക്കുന്ന സമയത്ത് തന്നെ കളറ് ചേർത്തിട്ട് നല്ലോണം കുഴച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ബ്ലൂവും വൈറ്റുമാണ് തീം, അതുകൊണ്ട് കളറിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ആ ലെറ്റേഴ്സ് ഇതിമക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കണം. നല്ല സൂക്ഷിച്ച് വേണം ചെയ്യാൻ, കാരണം നമ്മൾ ക്രീമൊക്കെ ചെയ്ത് സ്മൂത്താക്കി വെച്ചിട്ടുള്ള സർഫേസാണ്. ഇത് നമ്മൾ കൈയൊക്കെ തട്ടി കഴിഞ്ഞാൽ അതിൻ്റെ അവിടെയൊക്കെ റഫായി പോവും. ലെറ്റേഴ്സ് പൊസിഷനൊന്നും ശരിയായിട്ടില്ല. അതിന് ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി കൊടുക്കാം. ഇപ്പോൾ കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ മേലെ ഒരു ടോപ്പറും കൂടി വെക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയ ചെറിയൊരു ടോപ്പർ അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞിട്ടോ നമ്മളെ കേക്ക് ഇപ്പോൾ റെഡിയായി, ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ബീഡ്സൊക്കെ വെച്ചിട്ടുണ്ടായിമ്മ. ഇനി ഇത് പാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ഞാനിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോക്സാണ് വാങ്ങാറ്. ഇവിടെ അങ്ങനത്തെ ബോക്സ് കിട്ടുന്നുണ്ട്. നല്ല ഭംഗിയാണ്. അതിൽ പാക്ക് ചെയ്ത് നമുക്ക് ഉള്ളിലേക്ക് കാണുകയും ചെയ്യും. ഇങ്ങനെയാണ് അതിൽ വെക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ബോക്സിലാക്കിയാൽ നമ്മൾ കേക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ തന്നെ ഒരു നല്ല ഹാപ്പി ആയിരിക്കും കാണുമ്പോൾ തന്നെ. പിന്നെ ഇതിൽ ഞാനൊരു ചെറിയൊരു കാർഡും കൂടി വെക്കുന്നുണ്ട്, ബർത്ത്ഡേക്കല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷമാവാൻ വേണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു കാർഡും കൂടി ഇതിൻ്റെ കൂടെ വെക്കുന്നുണ്ട്. ബോക്സുമ്മ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ. ഒരു 3 ദിവസം മുന്നെങ്കിലും ഓർഡർ എടുക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് എല്ലാം ചെയ്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ കൊടുക്കുമ്പോൾ. ഇതാണ് കേട്ടോ ബർത്ത്ഡേ ഗേൾ. അപ്പോൾ മോളുടെ ഫ്രോക്കിന് മാച്ച് ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മോളൊന്ന് വിഷ് ചെയ്യാം അല്ലേ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നല്ല വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് ഇനിയും കാണാം. താങ്ക്